അസ്സലാമു അലൈക്കും. ഇന്നൊരു വീഡിയോ ഇട്ടൊന്നും വന്നതല്ല കേട്ടോ. ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ട വാർത്ത വളരെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലോ. കാരണം നമ്മളെല്ലാവരെ പോലെ തന്നെ ഇന്നലെ വളരെ സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ച് കുടുംബത്തോടൊപ്പം കിടന്നിറങ്ങിയ ആളുകൾ ഇന്ന് ഏതവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഏതായാലും ജീവനോടെ കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ ഒരു വാർത്ത, പുലർച്ചെ കേട്ട വാർത്ത എല്ലാവരെയും വളരെ വിഷമത്തിലാക്കുന്നതാണ്. അപ്പോൾ ആ കുടുങ്ങി കിടക്കുന്ന ആളുകളെ അടുത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആളുകൾ എത്രയും പെട്ടെന്ന് എത്താനും അവരെ രക്ഷപ്പെടുത്താനും കഴിയട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. അതേപോലെ എന്താ പറയുക, അവരുടെ വീടും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായി തന്നെ പറയാം. ഇക്ക് മോനാണെങ്കിൽ ലച്ചുവിൻ്റെ കാക്കു അവിടെ കൽപ്പറ്റയിലാണ്. പക്ഷെ ഓല നിൽക്കണ ഇക്കാക്കുവിന് ഒരു നിൽക്കുന്ന സ്ഥലത്തൊന്നും വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ല. പക്ഷേ എന്നാലും കേട്ടപ്പം വളരെ എന്തായി, വെച്ചത് കേട്ടപ്പം തുടങ്ങിയ കരച്ചിലായിരുന്നു. ഇക്കാക്കുവിനൊന്നും സംഭവിച്ചിട്ടില്ല. ഓന് വിളിച്ചിട്ടാണ് അവർക്ക് സമാധാനമായത്. അപ്പം എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. അതുപോലെ നമുക്ക് എന്താണ്, കളക്ടർ ദിവസം ഇങ്ങനെ 2 ദിവസം ഇപ്പം നാളെ അവധി എന്ന് കേൾക്കണേ. അപ്പോൾ അവധികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കുക. ചുറ്റുഭാഗവും വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ. ഏത് ഇല്ലാത്ത കുഴിയിൽ പോലും നമുക്ക് നല്ലോണം വെള്ളക്കെട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പ് വരുത്തുക. കുട്ടികൾ കളിക്കാൻ സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങും കളിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറണ വരെ നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിനു കൂടെ വേണ്ടിയിട്ടാണ് നമുക്കൊരു സുരക്ഷ എന്നുള്ള നിലക്കാണല്ലോ കളക്ടർ നമുക്ക് അവധി തന്നിട്ടുള്ളത്. അത് നമ്മൾ വേറൊരു വിധത്തിലാക്കരുത്. അപ്പോൾ നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾ കളിക്കുണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും നോക്കണ്ട. കാരണം എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഈ ഒരു മഴേൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറണ വരേക്കും നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധിക്കണില്ല എന്നല്ല, പക്ഷേ എങ്കിലും ഈ ഒരു കാര്യത്തിൽ അതിനാണ് നമുക്ക് അവധി തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ചൊരു വ്ളോഗായിട്ടൊന്നും വന്നിട്ടില്ല. ഇന്നിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ അവിടുത്തെ ഓരോ വാർത്തകളും ന്യൂസുകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. ഞാനും ലച്ചു നമ്മളും പ്രാർത്ഥിക്കണില്ലേ? അല്ലേ? നമ്മൾ ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പുഴയിലൊക്കെ വെച്ച് ചാലിയാറിനൊക്കെ കിട്ടി എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും എന്താ പറയുക, നമ്മൾ ഇനി മഴ ഇങ്ങനെ പോയിട്ടൊന്നുമില്ലല്ലോ. വീണ്ടും നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഒരുപാട് വ്ളോഗും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ലച്ചു കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഡ്രസ്സിൻ്റെ ബട്ടൺ ഇടാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇതുവരെ ആ ബട്ടൺ ഇട്ട് തീർന്നിട്ടില്ല. കണ്ടോ, ഒരു ബട്ടൺ ഇടാൻ പോലും ഇതുവരെ പഠിച്ചിട്ടില്ല ലച്ചു. ഇല്ല, വേഗം ഇട്ടൂട്. 1 മണിക്കൂറായിട്ടോ അത് ഇടാൻ തുടങ്ങി. ലച്ചുവിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ മക്കളെ. ഇന്നലെ സ്കൂളിൽ നിന്നൊരു കുട്ടി അവളെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പം അത് കിട്ടിയപ്പം തൊട്ട് കണ്ടോ അതും കൊണ്ട് കളിക്കലാണ്. ഇതിലൊരു മൈലാഞ്ചി കൂടെ ഉണ്ട് കേട്ടോ. ആ മൈലാഞ്ചി ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. കാരണം ഉള്ള ഡ്രസ്സിലും എല്ലായിടത്തും ആ മൈലാഞ്ചി വെക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വ്ളോഗ് എന്ന് പറയാൻ അധികമൊന്നുമില്ല കേട്ടോ. ഞാനത് നമ്മളെ ലച്ചുവിൻ്റെ ഇക്കാക്കുവിന് വേണ്ടി ഭയങ്കര പ്രാർത്ഥനയിലാണ്. ഒരു ന്യൂസിലൊക്കെ ഇങ്ങനെ വയനാട് ഇങ്ങനെ ദുരന്തം സംഭവിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷം ഇക്കാക്കു വയനാട്ടിലാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചിക്കണോ വെച്ച് ഭയങ്കര പ്രാർത്ഥനയിലാണ്. ഏതായാലും അതിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, എന്തിലില്ല, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, ഭയങ്കര കരച്ചിലാണ്.
അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ ഇന്നിപ്പോൾ സ്കൂളും മദ്രസൊക്കെ അവധിയല്ലേ, അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വന്നാണ്ട് നമ്മളെ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇട്ടത്. നമ്മളെ വീടിൻ്റെ മുൻഭാഗത്ത് തെങ്ങും തോട്ടത്തിൻ്റെ തെങ്ങിൻ്റെ തോട്ടമാണ്, അതിൻ്റെ നടുക്കായിട്ട് നമ്മളെ വീട് വരുന്നത്. അപ്പോൾ അത് ആ മുൻഭാഗത്തൊക്കെ തെങ്ങും തോട്ടം കവുങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് റോഡ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുന്നും മലകളൊക്കെയാണ്. നമുക്കും പേടി, അല്ലാഹ് കാക്കട്ടെ, ഒരു അപകടങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ്, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ ആളുകളാണ്. എന്താ ചെയ്യുക, നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടും പ്രയാസവും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ റോഡ് കേട്ടോ. അപ്പോൾ അതാ മുൻഭാഗത്തുള്ള കാഴ്ചകളൊക്കെ അതിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കി. അപ്പോൾ അത് നമ്മളെ തൊട്ട് താഴെയുള്ള വീടാണ് കേട്ടോ. അത് സൈഡിൽ കൂടെ നമ്മളെ അടുക്കള ഭാഗം ആണ്, ആ ബാക്ക് ഭാഗമാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഒരു കോഴീൻ്റെ കൂടുണ്ട്, കോഴിക്കളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലച്ചുവിൻ്റെ ഇപ്പോഴുള്ള സമയത്ത് അവിടെ നല്ല ഫാൻസി ഐറ്റംസ് കോഴികൾ, നാടൻ കോഴികളല്ല കേട്ടോ, പലതരത്തിലുള്ള ഫാൻസി ഐറ്റംസ് കോഴികളെ വളർത്തിനും 2000 രൂപയൊക്കെ ഓരോ ഇതിന് വെച്ചിട്ട് ജോഡിക്ക് വെച്ച് വാങ്ങിയിട്ട് വളർത്തി. നല്ല ഭംഗിയായിരുന്നു കാണാൻ, ഒരുപാട് വെറൈറ്റി കോഴികളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊന്നും നോക്കാനോ അതിനെ ഒന്നും ആളുകളില്ലാതെ ആരും എന്നെക്കൊണ്ട് എന്തായാലും കഴിയില്ല. അങ്ങനെ ആയപ്പോൾ ലച്ചുവിൻ്റെ ഉപ്പയായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ അവിടെ സൂം ചെയ്ത ഒരു വീട് പോലെ ഇങ്ങനെ കാണുന്നത്, അത് റോഡിൻ്റെ വണ്ടിയൊക്കെ വരുന്ന റോഡിൻ്റെ സൈഡിലുള്ളൊരു വീടല്ല കേട്ടോ, ഒരു റൂം പോലെയുള്ളൊരു സ്ഥലമാണ്. അത് നമ്മൾ തേങ്ങയൊക്കെ ചാടിയാലുണ്ടല്ലോ, തേങ്ങ ഇട്ടാലല്ല, തേങ്ങയൊക്കെ ഉണങ്ങി ചാടുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തിടും കേട്ടോ. ആര് കണ്ടാലും അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടും. അങ്ങനെ തേങ്ങാക്കൂട് എന്ന് പറയും. അതാണ്, തേങ്ങ മാത്രം ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഇപ്പോൾ ആരും അത് തുറക്കലും അതിക്കിടലൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ ആയിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ. ഇപ്പോൾ ആർക്കും അങ്ങനെയുള്ള കാര്യത്തിനൊന്നും താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ, എല്ലാ പ്രാവശ്യം ഉണ്ടാകുന്ന പോലെയല്ലല്ലോ. അങ്ങനെ നമ്മളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലച്ചു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം നമ്മൾ ആദ്യം രാവിലെ എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ, കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്തതാണ് മറ്റത്. അങ്ങനെ നമ്മൾ അടുക്കളയിലേക്കൊക്കെ വന്ന്, അടുക്കളയിൽ നമ്മൾ സിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ലച്ചുവിന് സിയപ്പം വേണം, അതിൻ്റെ കൂടെ ഓട്ടട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓട്ടട എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മളെ ഓട്ടടക്കുള്ള മാവിൻ്റെ ഒരു പരിവട്ടോ. ഇതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിട്ടുപോയി, ഇത് മാവ് റെഡിയാക്കേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ലൈറ്റ് കുറവുണ്ട് അല്ലേ, കണ്ടില്ലേ, ഇതാണ് കേട്ടോ, ക്ലിയറായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, സാധാ പത്തിരിപ്പൊടി കേട്ടോ. ആ പത്തിരിപ്പൊടിയിൽ നമ്മൾ ചെറു ചൂടുവെള്ളം, അതായത് നമ്മൾ വിരൽ ഇട്ട് നോക്കിയാൽ വിരൽ ഇട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചെറു ചൂടുവെള്ളത്തേക്ക് പത്തിരിപ്പൊടിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം. പിന്നെ അതുപോലെ എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് ഇതിൽ പൊങ്ങിക്കിടക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുക. പത്തിരിപ്പൊടി എടുക്കുക, എന്നിട്ട് അതിക്ക് ആവശ്യത്തിന് ലൂസാക്കി കലക്കണം കേട്ടോ. അതുകൊണ്ടില്ല, നമ്മൾ സിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലെവലിക്ക് ലൂസാക്കിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കലക്കുക. എന്നിട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക, അതുപോലെ കുറച്ച് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ലൂസാക്കിയിട്ട് കലക്കിയിട്ട്, ഇതാണ് അതിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെയുള്ള ചട്ടിയാണ് വേണ്ടത് കേട്ടോ. ചട്ടി കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ലൈറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണിൻ്റെ പത്തിരിച്ചട്ടി എന്ന് പറയില്ല, ചട്ടിയാണ് കേട്ടോ. ഈ ഓട്ടടക്കായിട്ടുള്ള ചട്ടി ഉണ്ട് ഇതുപോലെ തന്നെ, പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടായതിന് പൊട്ടിപ്പോയി. എന്നിട്ട് നമ്മൾ ഒരു കയ്യിൽ ഒഴിച്ചാൽ പോരെ കേട്ടോ, 2 കയ്യിൽ ഒഴിക്കണം. കണ്ടോ, ചട്ടി കാണുന്നുണ്ടോ നമുക്ക്? ഇതാണ് ചട്ടി കേട്ടോ. അതിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. മൂടി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ പൊള്ളായിട്ട് വരുന്നുണ്ടോ, ആ ഹോളെടുത്ത് ഇങ്ങനെ വരണം. എന്നിട്ടാണ് നമ്മൾ അടപ്പത്ത് മൂടി വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്താ 2 കടി നയിക്കേണ്ടത്. ലച്ചുവിന് ഈ ഓട്ടട ഇഷ്ടമല്ല, അവൾക്ക് സിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ 2 കടിയൊന്നും ഉണ്ടാക്കലില്ല.
ഇന്ന് ഓട്ടട ആയപ്പോൾ അതിന് കുറച്ച് മാവ് എടുത്തിട്ട് ഒഴിച്ചിട്ട് ഒക്കെ സീയപ്പോൾ കണ്ടില്ലേ. അങ്ങനെ നമ്മളെ എന്താണ് ഓട്ടട നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് എടുക്കേണ്ടതൊക്കെ കാണിക്കാം. ഇതാണ് ആ സാധനം കേട്ടോ. കണ്ടോ, അടുത്തത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ഓട്ടട എന്ന് പറയാം. ഉണ്ടോ, നല്ല എന്താ സോഫ്റ്റാണ്. നമുക്ക് കറി ഉണ്ടെങ്കിൽ കറിയൊക്കെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി എല്ലാം നല്ല പോകും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കറി ഇല്ലാതെയും കഴിക്കാം കേട്ടോ. തീ നമ്മൾ കുറച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം നല്ല സ്പീഡിൽ, പിന്നെ കഴിഞ്ഞതിന് ശേഷം തീ കുറച്ചില്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും, മുകൾ ഭാഗം വേവില്ല. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ലച്ചുവിൻ്റെ സീയപ്പം ഇവിടുത്തെ അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആളെണീറ്റ അപ്പം രാവിലെ ആദ്യം തന്നെ ചോദിക്കുക സീയപ്പം ഉണ്ടോയെന്നാ. എന്നാൽ മാത്രം മതി ചായ, ഇല്ലെങ്കിൽ എന്താണ് നൂഡിൽസ്, ഇതൊക്കെ ചോദിക്കുള്ളൂ. വേറെയുള്ള കടികളൊന്നും നമുക്ക് ഇഷ്ടമല്ല. ഇതിൽ സീയപ്പം ചുടാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്താണ് നമ്മൾ സീയപ്പം. അപ്പോൾ ഇവിടെ ആ ഓട്ടട ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, എന്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമുക്ക് കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഇല്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്ത നമ്മൾ അറിയണില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് കറണ്ട് പോയതല്ല. പക്ഷെ മോട്ടറിൽ ഇൻവെർട്ടർ പോകില്ലല്ലോ, ഇൻവെർട്ടർ കൊണ്ട് മോട്ടർ പോകില്ല. അപ്പോൾ വെള്ളം അടിക്കാൻ വേണ്ടി മോട്ടർ ഇട്ട് നോക്കുമ്പോഴാണ് കറണ്ടിൻ്റെ പ്രശ്നം അറിഞ്ഞത്. അങ്ങനെ KCBക്ക് വിളിച്ച് അവർ വന്ന് അതിൻ്റെ ഇതൊക്കെ ശരിയാക്കി കേട്ടോ. എന്താ ലൈനിന് എന്തോ പ്രശ്നമായിരുന്നു, വീട്ടിലല്ല. അങ്ങനെ അത് ഇന്നലെ വൈകുന്നേരം അവർ വന്ന് ചെയ്ത് റെഡിയാക്കി. അങ്ങനെ വെള്ളമൊക്കെ കിട്ടി കേട്ടോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം. തെങ്ങിൻ തോട്ടത്തിലാണ് ഒരു കിണർ കിടക്കുന്നത്, അതിൽ നിന്നാണ് വെള്ളം. അപ്പോൾ അങ്ങനെ വെള്ളത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി എടുത്തുകൊണ്ടല്ലോ ഒന്നും നടക്കില്ല, കുറച്ച് അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ വെള്ളം വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യണേ.